പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ നിങ്ങളുടെ തലമുറയെ നോക്കി ശപിക്കുന്ന വ്യക്തികളാണോ? എന്തോന്നതിനാൽ ഇപ്രകാരം ചിന്തിക്കുന്ന വ്യക്തികളാണോ? ഇവൻ ഉണ്ടായപ്പോൾ തന്നെ ഇവൻ്റെ അപ്പൻ്റെ തല പോയി, ഇവളുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശപിക്കുന്ന ശാപവാക്കുകൾ പറയുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? എങ്കിലും ഇതൊന്ന് കേട്ടു നോക്കൂ. ഡമനകടകൾ പ്രബലാതി. മക്കളെ ശപിക്കുവാൻ മക്കളെ തന്ന ദൈവമാണ്. മക്കളെ ശപിക്കുവാൻ നമുക്ക് അധികാരമില്ല. ഒരിക്കലും കാരണം കൂടാതെ തലമുറയ്ക്ക് ശാപം പറ്റുകയില്ല. അവർ ഉണ്ടായതുകൊണ്ടോ അവർ ജനിച്ചതുകൊണ്ടോ അവർ ജീവിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെയ്യുന്ന ഒന്നെങ്കിലും പിശാചിൻ്റെ പ്രവൃത്തിയായിരിക്കാം, അല്ലെങ്കിൽ ദൈവഹിതമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരിക്കലും മക്കളെ നോക്കി നമ്മൾ ശപിക്കരുത് ദൈവജനമേ. അടമനകടകലാതി അല്ല, മറ്റുള്ളവരെ നോക്കി ശപിക്കരുത്. അയൽക്കാർ നിങ്ങളെ നോക്കി ശപിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ചുറ്റുപാടുകളിലുള്ളവർ നിങ്ങളെ നോക്കി ശപിക്കുന്നുണ്ടോ? മറ്റുള്ളവർ നിങ്ങളെ നോക്കി ശപിക്കുന്നുണ്ടോ? ജാതികളായിട്ടുള്ളവർ നിങ്ങളെ നോക്കി ശപിക്കുന്നുണ്ടോ? കാരണം കൂടാതെ ഒരിക്കലും ശാപം നമുക്ക് ഫലിക്കത്തില്ലെന്ന് നമ്മൾ കാണുന്നുണ്ട് സദൃശ്യവാക്യത്തിൽ. ദൈവവചനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തെ അറിയുന്ന ഒരു ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് കൂടും കണ്ടെത്തിയിരിക്കുന്നു. ശന്തൽ പ്രൗഢലാതി റിമനകടകലാതി. വിശ്വസിക്കാൻ തയ്യാറാണോ? ഏറ്റെടുക്കാൻ തയ്യാറാണോ? ശാപങ്ങളെ അഴിക്കുവാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവമാണെന്നുള്ള കാര്യം നാം പലപ്പോഴും മറന്നു പോകുന്നു. ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും എനിക്ക് യാതൊരു നന്മയില്ലല്ലോ, എനിക്കൊരു വിടുതലുമില്ലല്ലോ, കുടുംബത്തിൽ പരാജയമല്ലാതെ അടമനകടകലാതി അങ്ങനെ ചിന്തിക്കുന്ന ദൈവജനമേ, ദൈവ പൈതങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ശന്തൽ പ്രബലാതി റിമനകടകലാതി. പ്രാർത്ഥിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമുണ്ട് ദൈവജനമേ. എന്നാൽ അതിനെ തരണം ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കണം, നടന്ന് പ്രാർത്ഥിക്കണം, തുള്ളിയും ചാടിയും പ്രാർത്ഥിക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, മേളിലോട്ട് കണ്ണുയർത്തി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്ക് നമ്മൾ നോക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറാതെ നമ്മളെപ്പോഴും പ്രാർത്ഥനയിലും ആരാധനയിലും ആയിരിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണം. ദൈവിക കൽപ്പനകളെ നാം പ്രമാണിക്കണം. ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുകയാണ്. ഇടമനകടകൾ എന്നെ കേൾക്കുന്നവരാരും ഇടമനകടകലാതി കക്ഷക്കടകല സന്തൽ പ്രബലാതി. സന്തതി ഇല്ലാത്തവരാണോ? തലമുറ ഇല്ലാത്തവരാണോ? വിവാഹപ്രായമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നോ? ഇല്ലേ? അതൊന്നും ഒരു ശാപമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ അത് വിടുതൽ ഇന്ന് പകൽക്കാലം ദൈവം അയക്കുകയാണ്. ആ വിഷയത്തിന്മേലെല്ലാം ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ശാന്തൽ പ്രൗഢലാതി മനകടകലാതി. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ഞാൻ നിന്നെ ജനിപ്പിച്ച ദൈവമാണ്. ഞാൻ നിന്നെ നടത്തുന്ന ദൈവമാണ്. ഞാൻ അറിയാതെ നിങ്ങളുടെ തലയിൽ ഒരു ആര് പോലും പൊഴിഞ്ഞു പോകത്തില്ലെന്ന് ദൈവാത്മാവിൽ ബുദ്ധി ഉപദേശിക്കണം.